അങ്ങനെ ഞാൻ ഈജിപ്തിലെ അവസാനത്തെ കുറച്ച് മണിക്കൂറുകൾ കൂടി ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഞങ്ങൾ ഗൈഡിനെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. അവരവരെ വീട്ടിലേക്ക് പോയി. ചിലപ്പോൾ ഇനി അടുത്ത ടൂറിസ്റ്റിനടുത്തേക്കോ മറ്റോ അവർക്ക് ഇന്നൊരു ഡേ ഉണ്ടാവാം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പോകുന്ന ഉച്ചഭക്ഷണം കഴിക്കാനാണ്. ഇതാണ് എൻ്റെ ഉച്ചഭക്ഷണം. റൈസ് ഉണ്ട്, ഈ കാണുന്നത് ഫിഷാണ്, കുറച്ച് സലാഡ് ഉണ്ട്, പിന്നെ കുബൂസ് പോലെ ചപ്പാത്തി പോലെ ഉള്ളൊരു സംഭവം. ഇത് ഇവിടുത്തെ പബ്ലിക് ബസ്സാണ്, ഗവൺമെൻറ് ബസ്സാണ്. ഞാൻ ഇതിൻ്റെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് വീണ്ടും കാറിൽ കയറി യാത്ര തുടരുകയാണ്. നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ഇത് എയർപോർട്ട് റോഡാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൂടി ഈ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച്, നൈൽ നദിയുടെ മറ്റെല്ലാം കാഴ്ചകൾ ചിത്രീകരിച്ച് ഞങ്ങളൊരു അണ്ടർഗ്രൗണ്ട് ബേസിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാനങ്ങനെ എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു പോകുന്നത് കുവൈറ്റ് എയർവേസിൽ തന്നെയാണ്. വന്നതും കുവൈറ്റ് എയർവേസിൽ തന്നെ. അങ്ങനെ എന്നെ ഇറക്കി വിട്ട് മുഹമ്മദ് എന്ന ഗൈഡ് ഇനി കാണുമോ എന്ന് കൂടി അറിയില്ല, ഇവിടെ പറഞ്ഞ് പോയി. ഞാനങ്ങനെ എൻ്റെ ലഗേജുമായി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ, അതായത് കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉൾവശം. ഡിപ്പാർച്ചർ വശമാണിത്. ഇവിടെ പല ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും മറ്റും എല്ലാം കാണാം. ഞാനിങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻറ്റേജ് കാറും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിനി പോകുന്നത് ലോഞ്ചിലേക്കാണ്. അവിടേക്കുള്ള പാതയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലോഞ്ചാണ്, പ്രീമിയം ലോഞ്ച്. ഇതാണ് ലോഞ്ചിൻ്റെ ഉൾവശം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ലോഞ്ചിൽ. നമ്മൾ കോണ്ടിനെൻ്റൽ ഫുഡ്സും ഈജിപ്ഷ്യൻ ഫുഡ്സും എല്ലാം ഉണ്ട് ഇവിടെ കഴിക്കാൻ. പിന്നെ ആപ്പിൾ, ഓറഞ്ച് ഇങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സും. ആളുകൾ ഭക്ഷണമെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം ചെയ്തു. റൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കഴിക്കാൻ. ശീതളപാനീയങ്ങളും വെള്ളവും എല്ലാം കുടിക്കാനുമുണ്ട്. ബോർഡിംഗ് ഗേറ്റ്സ് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ളൊരു സമയമായപ്പോൾ ഞാൻ ഇറങ്ങി. നേരെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ചെല്ലുന്നത്. പോകുന്നിടത്ത് അല്ലെങ്കിൽ പോകുമ്പോഴെല്ലാം കാണുന്നത് പല ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും മറ്റുമാണ്. ഇവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചിത്രീകരിക്കുമ്പോഴും ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ പല രൂപങ്ങളും മറ്റുമെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. പല ഷോപ്പുകളുടെ മുന്നിലും മറ്റുമൊക്കെയാണ്. വേറെ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയും ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഡിസംബർ 1 ആയിരുന്നു. ഡിസംബർ 25 ക്രിസ്മസ്, പിന്നെ ന്യൂ ഇയർ. രണ്ടിനെയും വരവേൽക്കാനായിട്ടാണ് അവരങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ബ്രിഡ്ജിലാണ് ഇപ്പോൾ ഉള്ളത്. ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്നു എയറോ ബ്രിഡ്ജിലൂടെ. ഇതിലെ ഒരു സീറ്റാണ് എൻ്റെ സീറ്റ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ, അതായത് കുവൈറ്റ് എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ്സാണത്. 222 എന്ന് പറഞ്ഞിട്ട് ഇരിക്കാവുന്ന ബിസിനസ് ക്ലാസ്സാണ്. ബിസിനസ് ക്ലാസ് ഇരുന്ന ശേഷം പിന്നെ ഇവിടുത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കാണിക്കുകയാണ്.
ഇതിനുശേഷം ബ്രിഡ്ജിൽ നിന്ന് പതുക്കെ എയറോ ബ്രിഡ്ജിൽ നിന്നും പയ്യെ വിട്ട് ഫ്ലൈറ്റ് നമ്മൾ പയ്യെ പോവുകയാണ്. അങ്ങനെ ഈജിപ്തിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഈജിപ്തിനോട് താൽക്കാലികമായ ഒരു യാത്ര പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നും കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്ക്